വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക 17-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ ശക്തി, അതായത് ചെറിയ വിശ്വാസം പോലും വലിയ ആത്മീയ മാറ്റങ്ങൾ വരുത്തുമെന്നും ക്ഷമയും കരുണയും അനിവാര്യമാണ്, അനന്തമായി ക്ഷമിക്കാൻ തയ്യാറാകണമെന്നതുമാണ്. നന്ദിയുള്ള മനസ്സ്, അതായത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും നന്ദി പറയുകയും ചെയ്യുക. ദൈവരാജ്യം അത് പുറത്തു കാണുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് എന്നും വിവരിക്കുന്നു. മനുഷ്യപുത്രന്റെ വരവ് അപ്രതീക്ഷിതവും ശക്തവുമായിരിക്കും എന്നതിനാൽ നാം ജാഗ്രതയോടെ ജീവിക്കണമെന്നും ഇവിടെ ഊന്നി പറയുന്നു. യേശു പറഞ്ഞു, ലോകത്തിൽ ഇടർച്ചകൾ വരും, പക്ഷേ മറ്റുള്ളവരെ തെറ്റിലാക്കുന്നവർക്ക് വലിയ ശിക്ഷയുണ്ടാകും. സഹോദരൻ പലവട്ടം തെറ്റിയാലും മാനസാന്തരപ്പെട്ടാൽ ക്ഷമിക്കണം. കടുകുമണിയോളം വിശ്വാസമുണ്ടായാൽ പോലും വലിയ കാര്യങ്ങൾ സാധ്യമാകും. ദാസൻ തന്റെ യജമാനന്റെ കൽപ്പനകൾ ചെയ്താലും അത് കടമ മാത്രമാണ്, അതിൽ അഭിമാനം വേണ്ട. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, എന്നാൽ ഒരുവൻ മാത്രം നന്ദി പറയാൻ മടങ്ങി വന്നു. അവൻ സമരയക്കാരനായിരുന്നു. ദൈവരാജ്യം പുറത്ത് കാണത്തക്കതല്ല, അത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് യേശു വ്യക്തമാക്കുന്നു. യേശു തന്റെ 2-ാം വരവിനെ കുറിച്ച് പറഞ്ഞു, ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. വിശുദ്ധ ലൂക്ക 17-ാം അധ്യായം 24-ാം തിരുവചനം. എന്നാൽ ആദ്യം അവൻ നിരാകരിക്കപ്പെടുകയും കഷ്ടം അനുഭവിക്കുകയും വേണം. നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ നാളിലും ആളുകൾ സാധാരണ ജീവിതത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വിധി വരും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.